ഒരു നോമ്പുകാലത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലുമൊക്കെ ഉറ്റിരിക്കുന്ന കാലം, വർജനത്തിന്റെയും സമർപ്പണത്തിന്റെയും ദിനങ്ങൾ. അതുമാത്രമല്ല, ഇത് പങ്കിടലിന്റെ അവസരം കൂടിയാണ് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വേദഭാഗത്ത് നൽകുന്നതിലെ നന്മയെക്കുറിച്ച് വ്യക്തമാക്കുന്നു യേശു കർത്താവ്. പകരത്തിന് പകരം എന്നുള്ള ന്യായപ്രമാണ ചിന്തയെ പുതിയൊരർത്ഥതലത്തിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ. പ്രതികാര ചിന്തയോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ കാലത്തും ഇത് ഏറെ പ്രസക്തമാണ്. ക്ഷമയുടെയും താഴ്മയുടെയും വിട്ടുകൊടുക്കലിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനത്രേ കർത്താവ് ആവശ്യപ്പെടുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം സ്വർഗീയ പിതാവിന്റെ മക്കളായി തീരും എന്നും ദൈവത്തെ പോലെ സൽഗുണപൂർണരായി തീരണം എന്നും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള നോമ്പും ഉപവാസവും എങ്ങനെയുള്ളതാണെന്ന് യെശയ്യാ പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുക, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്ക, മാത്രമല്ല നിന്റെ മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുക. ഇതത്രേ പങ്കിടലിന്റെ നോമ്പനുഭവം. നമ്മുടെ പ്രാർത്ഥനകൾ ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നാം ഇന്ന് നോമ്പ് നോൽക്കുന്നത് എന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ധനികനായ ഭോഷനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകുമെന്ന്. ഭൗതികമായി ശേഖരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് അവിടെയും കാണുന്നത്. ഏലിയാ പ്രവാചകന് തങ്ങളുടെ ഇല്ലായ്മയിലും ഭക്ഷണം പങ്കുവെച്ച സാരെഫാത്തിലെ വിധവയെ കുറിച്ച് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ വായിക്കുന്നു. ദേശത്ത് മഴ പെയ്യുവോളം അവളുടെ കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല എന്ന് അവിടെ കാണുന്നു. നന്മ ചെയ്യുകയിൽ തളർന്നു പോകരുത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ യോർദാൻ അരികെ തന്റെ അടുക്കൽ വന്ന പുരുഷാരത്തോട് പറയുന്നത് ആവശ്യത്തിലിരിക്കുന്നവർക്കും യാചിക്കുന്നവർക്കും പങ്കുവെച്ച് നൽകുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നാണത്. സാമ്പത്തികമായി സഹായം നൽകാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. എന്നാൽ നമ്മുടെ സമയം, കഴിവുകൾ, സാഹചര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ കഴിയും. അതിനുള്ള മനസ്സുണ്ടാവണം എന്ന് മാത്രം. ഭണ്ഡാരത്തിൽ 2 കാശിട്ട വിധവയെ പോലെ. ആദിമസഭയെ കുറിച്ച് പറയുന്നത് തങ്ങൾക്കുള്ളതിനെ പങ്കുവച്ചിരുന്നു എന്നത്രേ. ദൈവത്തിൽ നിന്നും നാം സ്വീകരിക്കുന്ന നന്മകൾ മറ്റുള്ളവരിലേക്കും പകരപ്പെടേണ്ടതാണ്. സീറോ മലബാർ സഭയിലെ പട്ടക്കാരനായ ഡേവിസ് ചിറമേലച്ചൻ സ്ഥാപിച്ച കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവയവദാനത്തിന്റെ മാഹാത്മ്യം വിളിച്ചറിയിച്ചു അദ്ദേഹം. ഒരാളിൽ നിന്നും കിഡ്നി സ്വീകരിക്കുമ്പോൾ സ്വീകർത്താവിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആവശ്യത്തിലിരിക്കുന്ന മറ്റൊരാൾക്ക് കിഡ്നി ദാനം ചെയ്യുക. ഇതിലൂടെ പങ്കിടലിന്റെ അനുഭവം അനേകരിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ആർജവ സംസ്കാരത്തിന് പ്രാധാന്യം നൽകുന്ന സമൂഹത്തിൽ തങ്ങൾക്കുള്ളതിനെ മനസ്സോടെ പകർന്നു നൽകുവാൻ ശ്രമിക്കുന്നവരും വിരളമല്ല. പൊതിച്ചോറായും വസ്ത്രങ്ങളായും മറ്റ് അവശ്യ സാധനങ്ങളായും ഒക്കെ അനേക സഹായഹസ്തങ്ങൾ ഉയർന്നു വന്നത് കൊറോണ സമയത്തും പ്രളയത്തിന് ശേഷവുമൊക്കെ നാം കണ്ടതാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ യുവ MLA-മാരിലൊരാളെ കുറിച്ച് അടുത്ത സമയത്ത് ഒരു വാർത്ത കേൾക്കാനിടയായി. തനിക്ക് ലഭിക്കുന്ന ശമ്പളം സമൂഹ നന്മയ്ക്കായി തിരികെ നൽകണമെന്നായിരുന്നു രാഷ്ട്രീയ സേവനം ലക്ഷ്യമാക്കി വന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് തന്റെ 4 വർഷത്തെ ശമ്പളമായ 25 ലക്ഷം രൂപ തന്റെ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഡയാലിസിസ് രോഗികളുടെ സഹായത്തിനായി ചെലവഴിക്കുമെന്നും കിടപ്പ് രോഗികളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും സന്ദർശിച്ച് അവർക്ക് സഹായമാകാൻ വോളണ്ടിയർമാരെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞുവത്രേ. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പനുഭവങ്ങൾ എങ്ങനെയുള്ളതാണ്? ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുവാനും ഉള്ളതാണോ? നോമ്പുകാല അനുഭവത്തിന്റെ യഥാർത്ഥ അളവ് നമ്മൾ എത്രമാത്രം ഉപേക്ഷിക്കുന്നു എന്നതിലല്ല, മറിച്ച് മറ്റുള്ളവർക്ക് എത്രമാത്രം നൽകുന്നു എന്നതിലാണ്.
പങ്കിടൽ ഒരു ആരാധനയാണ് എന്നത് മറന്നു പോകരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസവും നോമ്പും അനുഷ്ഠിക്കാതെ എന്റെ പ്രാർത്ഥനാ ദൈവം കേൾക്കുന്നില്ല എന്ന് വിലപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കുവാനും മുറിവുകൾ സൗഖ്യമാകുവാനും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുവാനുമൊക്കെ നമുക്കുള്ളവയെ മറ്റുള്ളവർക്കായി പങ്കുവെക്കണം. അനാഥരെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ, ബലഹീനരെ കരുതുവാൻ, ആരുമില്ലാത്തവർക്ക് തുണയാകുവാൻ, ഏകാന്തതയിലിരിക്കുന്നവർക്ക് സ്നേഹിതരാകുവാൻ, തളരുന്നവന് താങ്ങാകുവാനുമൊക്കെ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വർജനവും ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം സമസൃഷ്ടികൾക്കും കൂടി ഉള്ളതാകട്ടെ. പങ്കിടലിന്റെ നോമ്പനുഭവം നമ്മുടെ ജീവിതത്തെയും ധന്യമാക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രിയ പിതാവേ, ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ഞങ്ങളുടെ സമയവും കഴിവുകളും വിഭവങ്ങളും പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് സന്തോഷത്തിനും ദൈവകൃപയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമേ. നിന്നോട് കൂടുതൽ ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.